നമ്മളെല്ലാവരും നമ്മൾ വാട്സപ്പിനകത്ത് പ്രൊഫൈൽ പിക്ചർ വെക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ഫുൾ സൈസ് ഫോട്ടോ ചിലപ്പോൾ വെക്കുന്ന സമയത്ത് നമുക്കത് ഫുള്ളായിട്ട് കിട്ടാറില്ല. നമുക്ക് ക്രോപ്പ് ചെയ്ത് നമ്മുടെ പകുതി മാത്രമേ നമുക്കത് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കാറുള്ളൂ. എന്നാൽ നമ്മൾ ഫുൾ സൈസ് ഫോട്ടോ ഉണ്ട് എങ്കിൽ അത് നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പിൽ ഫുൾ സൈസിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ചെറിയ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ പ്രൊഫൈൽ പിക്ചർ മാറ്റാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാറ്റാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാലറി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗാലറി സെലക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളായിട്ട് വെക്കാൻ വേണ്ടി സാധിക്കില്ല. നോക്കി കണ്ടില്ലേ, അതിന് താഴ്ഭാഗം അല്ലെങ്കിൽ നിന്ന് മുകളിലായിക്കൊണ്ട് നമ്മൾ ഫുൾ സൈസിൽ ഇത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതെങ്ങനെയാണ് നമുക്ക് ഫുൾ സൈസിൽ വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്യേണ്ടത് എഡിറ്റർ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറി ഓപ്പൺ ആയി വരും. ഏത് ഫോട്ടോയാണ് നമ്മൾ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് സൈഡിലായിക്കൊണ്ട് നമുക്ക് രണ്ട് കളറുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ കളറുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ കളർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ സൈഡിലുള്ള കളറുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഗ്രാഡിയൻ്റ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു കളറുകൾ നമുക്ക് ബ്ലാക്കോ വൈറ്റോ അങ്ങനെ ഇഷ്ടമുള്ള മിക്സഡ് കളറുകളൊക്കെ നമുക്ക് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ബ്ലർ എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു കളർ നമുക്കതിൽ ബ്ലറായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ടതെങ്കിൽ ഈ ഒരു ഫോട്ടോ തന്നെ നമുക്ക് ഇതിനകത്ത് പോയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഫോട്ടോ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതുപോലെയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ആക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, കൂടാതെ നമുക്കിവിടെ ഫിൽറ്ററുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും. ഒരുപാട് ഓപ്ഷൻസുകൾ ഈ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കളറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലായിക്കൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്തായിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിത് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആഡ്സ് വരുമ്പോൾ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് വരാം. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൻ്റെ DP നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടതിന് ശേഷം നമുക്ക് ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഗാലറി സെലക്ട് ചെയ്തിട്ടുണ്ട്. മുന്നേ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും ഫോട്ടോസിൽ. ഇനി നമ്മൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഫുൾ സൈസിൽ തന്നെ ഈ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ബ്ലറായിക്കൊണ്ട് നമുക്ക് ഫുൾ സൈസിൽ തന്നെ ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഫുൾ സൈസ് ഫോട്ടോസുകളൊക്കെ ഉണ്ട് എങ്കിൽ ഇതുപോലെ സിമ്പിളായിക്കൊണ്ട് നിങ്ങൾക്ക് ഫുൾ DP ആയിക്കൊണ്ട് ഫുൾ ഫോട്ടോ ആയിക്കൊണ്ട് വാട്സപ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു അറിവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ. സീ യു.